ഹായ് എവരിവൺ, ശിവദം ടാരോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക്, പുതിയ ഒരു ജീവിതത്തിലേക്ക്, പുതിയൊരു മാറ്റത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് യൂണിവേഴ്സ് കൊണ്ടെത്തിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാവുന്ന കാര്യങ്ങൾ വരുന്നത് എന്ന് നോക്കാം. എന്ത് മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് യൂണിവേഴ്സ് കൊണ്ടെത്തിക്കുന്നത് എന്ന് നോക്കാം. എന്ത് മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് യൂണിവേഴ്സ് കൊണ്ടെത്തിക്കുന്നത്? ഇവിടെ ഓവറോൾ എനർജി വന്നത് നൈറ്റ് ഓഫ് സോൾട്ട് എനർജിയാണ്. നൈറ്റ് ഓഫ് സോൾട്ട് എനർജി പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ഒരുപാട് കാലമായി നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമാണ് നിങ്ങളിലേക്ക് വരുന്നത്. അത് വളരെ സ്പീഡായിട്ട് തന്നെ നിങ്ങളിലേക്ക് വരുന്ന, താമസമൊന്നും ഉണ്ടായില്ല എന്നവിടെ കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി സംബന്ധമായതായിരിക്കാം. ആഗ്രഹിക്കുന്ന ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഗവൺമെന്റ് ജോലിയൊക്കെ ആയിരിക്കാം, ചിലപ്പം അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്, യൂണിഫോം ഒക്കെ ഇട്ടൊരു ജോലിക്കായിരിക്കാം. അപ്പം അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. പോരാത്തതിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഒരു പ്രണയം പറയുന്നത് കേൾക്കാനോ, ആ വ്യക്തിയെ പ്രണയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് മനസ്സിലാകാനോ ഉള്ള ഒരു സമയമാണ്. റീയൂണിയൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ അതും സാധ്യമാകുന്ന ഒരു സമയമാണ്. പുതിയ മാറ്റത്തിലേക്കാണ് കടക്കുന്നത്. അല്ലെങ്കിൽ അത് പഠന സംബന്ധമായോ സാമ്പത്തികപരമായോ എല്ലാത്തിൻ്റെ ഒരു മുന്നേറ്റമാണ് ഇവിടെ കാണാൻ, ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് കടക്കുന്ന ഒരു സമയമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് നാളായി പല കാര്യങ്ങൾക്കും വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന വ്യക്തികളാണെങ്കിൽ ആ വ്യക്തികളിലേക്ക് എന്താണോ ആഗ്രഹിച്ചു കൊണ്ടിരുന്നത്, എന്തിനു വേണ്ടിയാണോ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്, ആ കഷ്ടപ്പാടിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ കിട്ടാൻ പോകുന്നത്. ഒരുപാട് നാളായിട്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടേ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾക്ക് ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് കടക്കാൻ സാധിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ആദ്യം തന്നെ കാണുന്നത് ഒരു 8 of Wands എനർജി. 8 of Wands എനർജി പറയുമ്പോൾ നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് കടക്കുന്ന വ്യക്തികളാണ് എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നിരാശ നിറഞ്ഞ സംഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് എത്താൻ സാധിക്കാത്തത്, നിങ്ങളുടെ വിഷമങ്ങൾ ആരോടും പറയാൻ സാധിക്കാത്തത്, നിങ്ങളുടെ വിഷമങ്ങൾ ആരെയും പറഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച എല്ലാ വേദനകളും വിഷമങ്ങളും മനസ്സിലടക്കി നിർത്തുന്ന വ്യക്തികൾ, പലതിൽ നിന്ന് മാറണമെന്ന് ആഗ്രഹിച്ചാലും അതിന് സാധിക്കാതെ എല്ലാം നിരാശയായി, ദുഃഖമായി, വേദനയായി, എല്ലാ നഷ്ടങ്ങളും അനുഭവിച്ച് ജീവിക്കേണ്ട, പുറമേ അത് കാണിക്കാതെ എല്ലാവരും സന്തോഷമായി ജീവിക്കേണ്ട ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ വ്യക്തികളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് നഷ്ടങ്ങളുണ്ടായ വ്യക്തികളെ കാണുന്ന, നഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ ആഗ്രഹിച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കാതെ സാമ്പത്തിക നഷ്ടം വന്നു, അല്ലെ ആഗ്രഹിച്ച വ്യക്തിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട സാഹചര്യം, ഒന്നുമില്ലാതെ ഇറങ്ങി പോരേണ്ട സാഹചര്യം, കൊടുത്ത സ്നേഹം പോലും കിട്ടാതെ, ഒരു സോൾമേറ്റ് കണക്ഷൻ ആയുള്ള വ്യക്തികളൊക്കെ ഒരുമിച്ച് ജീവിച്ചിരുന്നെങ്കിൽ അവിടെ നിന്ന് ആഗ്രഹിച്ച വിലയോ നിലയോ ഒന്നും, ഒരു സ്നേഹമോ കിട്ടാതെ ഒരു തഴയപ്പെടേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടായിരുന്നു. അത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫായ ആ ഒരു വിവാഹം കഴിച്ച ബന്ധമായാലും, സ്നേഹിക്കുന്ന വ്യക്തികളായാലും, മക്കളായാലും, എല്ലാവരുടെ ഇടയിലും ഒരു തോറ്റുപോയൊരവസ്ഥ, മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ, സന്തോഷം കിട്ടേണ്ട സ്ഥലത്ത് നിന്ന് സന്തോഷം, സ്നേഹമോ കിട്ടാത്തൊരവസ്ഥ, ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിരുന്ന വ്യക്തികളാണെങ്കിൽ ആ വ്യക്തികളിലേക്ക് പുതിയ തുടക്കങ്ങളുണ്ടെന്ന് ആഗ്രഹിച്ച ഒരു പുതിയ മാറ്റം യൂണിവേഴ്സ് കൊണ്ടുവരുന്നു എന്നവിടെ കാണാൻ സാധിക്കുന്നത്.
മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും മോഹങ്ങളുമായി നിൽക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ലക്ഷ്യത്തിലേക്ക് കടക്കണം, എന്തൊക്കെ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടെങ്കിലും ലക്ഷ്യത്തിലേക്ക് കടക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ ചിന്താ രീതിയിൽ മാറ്റം വരുന്നു, പഴയതിൽ നിന്ന് വ്യത്യസ്തമായി മാറി ചിന്തിക്കാൻ ശ്രമിച്ചതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നന്നായിട്ട് ആഗ്രഹിച്ച ജീവിതത്തിന് വേണ്ടി എഫേർട്ട് ഇടുന്നതായിട്ടാണ് കാണുന്നത്. ആ കഷ്ടപ്പാട് നന്നായിട്ട് ഈ അത്രയും അനുഭവിച്ചിരുന്ന ഒരു മാറ്റം വേണം എന്ന് ആഗ്രഹിച്ച് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ തന്നെ ശ്രമിക്കുന്നു. ഒരുപാട് ചതി കിട്ടിയ വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ സ്വയം സ്നേഹിക്കാൻ തുടങ്ങി, സ്വയം സ്നേഹിക്കാൻ പഠിച്ചു, സ്വന്തം കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നു. സ്വയം സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയണം. മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഇതുവരെ നിങ്ങൾ മറ്റുള്ളവരെ മാത്രം സ്നേഹിച്ചു, നിങ്ങളുടെ കാര്യങ്ങളെ ഫോക്കസ് ചെയ്തില്ല എന്ന് കാണുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങളുടെ കാര്യം നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചത് കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി. ഇനി അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുന്ന ഒരു സമയമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ഈ ഒരു സമയം ഇപ്പോഴത്തെ ഈ കഴിഞ്ഞതല്ല, ഇപ്പോഴത്തെ ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾ യൂണിവേഴ്സായിട്ട് കൊണ്ടുതരുന്നുണ്ട്. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതവുമായി ആ ഒരു സാഹചര്യവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്നൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല ചോയ്സും നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. അത് നിങ്ങൾ ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് കടക്കാനുള്ളതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി ഇപ്പോഴത്തെ ഈ ഒരു സമയം നിങ്ങളുടെ മുന്നിലുള്ള ആ കാര്യങ്ങൾ, നിങ്ങളുടെ മുന്നിലേക്ക് എന്താണോ വരുന്നത് അത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് ഉണ്ടാകും എന്നാണ് കാണുന്നത്. നിങ്ങൾ കൺഫ്യൂഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം നിങ്ങൾ അത്രയും അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് നിങ്ങളുടെ മുന്നിൽ ഇത്രയും സാഹചര്യങ്ങൾ വന്ന് നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാൻ പറ്റുന്നില്ല. എങ്ങനെ മുന്നോട്ട് പോയാലാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുന്ന സാധ്യതകൾ എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ പ്രയോജനപ്പെടുത്തണം, അല്ലെങ്കിൽ ഏത് വഴിയിലൂടെ പോയാലാണ് നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുക എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് എന്ന് ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ബുദ്ധിപൂർവ്വം മനസ്സിലാക്കി കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുകയില്ല. നിങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട വ്യക്തി, എല്ലാം നഷ്ടപ്പെട്ടവർ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടിട്ടുണ്ടാവും. ഒറ്റപ്പെടലിന്റെ സാഹചര്യമായിരിക്കാം. എല്ലാം ഉണ്ടായിരുന്ന സ്ഥലം, എല്ലാ സ്റ്റെബിലിറ്റി ഉണ്ടായ സ്ഥലത്ത് നിന്നാണ് നിങ്ങൾ ഈ ഒരു അവസ്ഥയിലേക്ക് വന്നു ചേർന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ച് മനസ്സിലായത് കൊണ്ട് തന്നെ അതിൽ നിന്ന് പുറത്ത് കടക്കാൻ തന്നെ തീരുമാനിച്ചു. മനസ്സിനെ സ്ട്രോങ് ആക്കി വെക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത്രയും നാൾ കൂടെ നിർത്തിയവർ നിങ്ങൾക്കെതിരായി പ്രവർത്തിച്ചിട്ടുണ്ടാവും. അവരെ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ എതിരായി പ്രവർത്തിച്ചാൽ നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ, നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം മനസ്സിലാക്കാതെ അവർ പറയുന്നത് കേട്ട് അല്ലെങ്കിൽ അവർ പറയുന്ന രീതിയിൽ മുന്നോട്ട് പോയിരുന്ന വ്യക്തികളായിരിക്കാം. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി, തെറ്റും ശരിയും തിരിച്ചറിഞ്ഞ് അത് അവരെ മനസ്സിലാക്കി, അത് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് ഇതാണ് ശരി, ഇതാണ് തെറ്റ്, ഇങ്ങനെ പോയാലാണ് ആഗ്രഹിച്ച രീതിയിലേക്ക് കടക്കാൻ കഴിയുക എന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നതുകൊണ്ട് അത് നിങ്ങൾക്ക് എതിരെ കൂടെയുള്ളവരെ കൂടെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതിനനുസരിച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. ഏത് മെരുക്കാൻ പറ്റാത്ത വ്യക്തികളെയും മെരുക്കിയെടുക്കാൻ കഴിയുന്ന ഒരു എനർജി നിങ്ങൾക്ക് വന്നിട്ട് മനസ്സിനെ സ്ട്രോങ് ആക്കി വെക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ കൺട്രോളിൽ തന്നെ നിൽക്കുന്നു. പല കഴിവുകളുമുള്ള വ്യക്തികളാണ്. എല്ലാ കാര്യവും ഒരു നേതൃസ്ഥാനം വഹിക്കാൻ കഴിവുള്ള വ്യക്തികളാണ്. എല്ലാം ഏറ്റെടുത്ത് നടത്തി പ്രവർത്തിക്കാൻ കഴിവുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് മുന്നോട്ട് പോകണം എന്ന് മനസ്സിൽ ഒരു ദൃഢപ്രതിജ്ഞ എടുത്ത് നിൽക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
അങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമായിട്ട് അവിടെ കാണുന്നത്. പലതും നിങ്ങൾ റീബിൽഡ് ചെയ്തെടുക്കണം, പഴയതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്നു എന്ന് കാണുന്നത്. പഴയ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ആ ഒരു സാഹചര്യത്തിൽ കൂടെ പോയാൽ നിങ്ങൾക്ക് മുന്നേറിപ്പോകാൻ സാധിക്കുകയില്ല എന്ന ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഏത് സാഹചര്യത്തിൽ കൂടെയാണോ ജീവിച്ചു പോകുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പുതിയ ഒരു ജീവിതവും പുതിയ ജീവിത സാഹചര്യം, അല്ലെങ്കിൽ താമസം മാറുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങോട്ട് ഒരു മനസമാധാനത്തിന് വേണ്ടി ഒരു സന്തോഷം, അല്ലെങ്കിൽ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ ചുറ്റുപാടിൽ നിങ്ങൾക്ക് ഒരു മാനസിക സമ്മർദ്ദം വരുന്ന, ഡിപ്രഷൻ വരുന്ന വ്യക്തികളാണെങ്കിൽ ചിന്തിക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് മാറ്റിപ്പണിത് ഒരു മുന്നോട്ട് പോയപ്പോഴത്തെ താമസ സ്ഥലമോ അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു സ്ഥാപനം എന്തായാലും ഒരു പുതിയ തുടക്കം വേണം. പഴയതിൽ നിന്ന് വ്യത്യസ്തമായി മാറി ചിന്തിക്കുന്നു, റീബിൽഡ് ചെയ്തെടുക്കുന്നു. ചിലപ്പോൾ ജോലിക്കാരെ മാറ്റുന്നുണ്ടാവും, അല്ലെങ്കിൽ പുതിയ ജോലിക്കാരെ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയ സ്ഥാപനമാക്കി പഴയത് തന്നെ പുതിയ സ്ഥാപനമായി കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വീടുകൾ തന്നെ റിപ്പയർ ചെയ്ത് മാറ്റി ഒരു മനസ്സിന് സമാധാനം കിട്ടുന്ന രീതിയിൽ ഒരു കാറ്റും വെളിച്ചമൊക്കെ വരുന്ന രീതിയിലൊക്കെ മാറ്റി പുതുക്കി പണിത് മുന്നോട്ട് പോകാം. സന്തോഷം വേണം, മനസ്സമാധാനം വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പല പുതിയ തുടക്കങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങുകയാണെങ്കിൽ അതിൽ നിന്നൊരു പ്രോഫിറ്റ് ഒക്കെ കിട്ടുന്ന ഒരു എനർജി അവിടെ കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഒരു വിവാഹ സംബന്ധമായ കാര്യമാണെങ്കിൽ, വിവാഹം ഒക്കെ ചിന്തിക്കുന്ന സമയമാണെങ്കിൽ ആ ആഗ്രഹത്തിനൊക്കെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. അതിനനുസരിച്ച് മറ്റുള്ളവരുമായി എല്ലാവരുമായി കൂടി ആലോചിച്ച് സംസാരിച്ച് ആഗ്രഹിക്കുന്ന വ്യക്തിയുമായി ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. റിയൂണിയൻ ആയിരിക്കാം, ചിലപ്പോൾ ഒരു പുതിയ പ്രണയം, ആ പ്രണയം വീട്ടിൽ തുറന്നു പറഞ്ഞ് എല്ലാവരും സംസാരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമയമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പല പുതിയ തുടക്കങ്ങളും പുതിയ മാറ്റങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നന്നായിട്ട് പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട് എന്ന് കാണുന്നുണ്ട്. ഒരു ജോലി എന്ന് പറയുമ്പോൾ ആഗ്രഹിച്ച ഒരു ജോലിയിലേക്ക് കടക്കാനുള്ള ശ്രമമാണ് ഇത്. യൂണിഫോം ഇട്ട ജോലി എന്ന് പറയുമ്പോൾ ആഗ്രഹിച്ച ഏത് ജോലിയുമാകാം, ചിലപ്പോൾ ഡോക്ടറോ നേഴ്സോ അല്ലെങ്കിൽ ടീച്ചറോ അല്ലെങ്കിൽ ഒരു ഹീലർമാരോ അല്ലെങ്കിൽ അല്ലാതെ ഒരു ഗവൺമെന്റ് ജോലി, ഒരു യൂണിഫോം ഇട്ട ജോലി, പോലീസ്, പട്ടാളം, അങ്ങനെ ഏത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ ഒന്നുകിൽ നിങ്ങൾ അത്തരം ഒരു വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക് കടക്കാൻ വേണ്ടി അതിനുവേണ്ടി അങ്ങേയറ്റം അശ്രാന്ത പരിശ്രമം ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യവുമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അതിനുവേണ്ടി നന്നായിട്ട് നിങ്ങൾ എന്താണോ, എന്തിനു വേണ്ടിയാണോ ഇപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. നിങ്ങൾക്ക് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം കിട്ടും എന്നാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ സാമ്പത്തികപരമായ പിന്നെ ചുറ്റുപാടുള്ള വ്യക്തികളുമായൊന്നും അത്ര ഒരു നിങ്ങളുടെ എനർജിക്ക് ചേരാത്ത വ്യക്തികൾ, അങ്ങനെ പറയാം, അങ്ങനെയുള്ള വ്യക്തികളുടെ കൂടെയാണ് നിങ്ങൾ താമസിക്കുന്നത്. നിങ്ങളെ മനസ്സിലാക്കാനോ നിങ്ങളെ സ്നേഹിക്കാനോ നിങ്ങളുടെ വിഷമങ്ങൾ അറിയാനോ ഒന്നും ആരും ശ്രമിക്കുന്നില്ല എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ സ്വയം ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടി നിങ്ങൾ നന്നായിട്ട് പരിശ്രമിക്കാൻ പറയുന്നുണ്ട്. നന്നായിട്ട് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്, നന്നായിട്ട് പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട് എന്നിവിടെ കാണുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലക്ഷ്യം, നിങ്ങൾ എന്താണോ എന്തിനു വേണ്ടിയാണോ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഒരു ലക്ഷ്യം നിങ്ങൾക്ക് നിറവേറാൻ തീർച്ചയായിട്ടും സാധിക്കും. പുതിയ തുടക്കങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ. എന്തിനു വേണ്ടിയാണോ നിങ്ങൾ ആഗ്രഹിച്ച് വിഷമിച്ചും കൊണ്ടിരുന്നത് ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും വരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുക. പുതിയ തുടക്കങ്ങൾ ഉണ്ടാവും. നിങ്ങൾ കൺഫ്യൂഷനായി ഇരിക്കേണ്ട, നിങ്ങളിലേക്ക് വരേണ്ട കാര്യത്തെ മനസ്സിലാക്കി നന്നായിട്ട് പ്രാർത്ഥനയോടെ ഇരിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. എപ്പോഴും യൂണിവേഴ്സിനെ വിശ്വസിക്കുക, യൂണിവേഴ്സിൽ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. അങ്ങനെ നന്ദി പറയുമ്പോൾ വീണ്ടും നിങ്ങളിലേക്ക് പോസിറ്റീവായ കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും.
യൂണിവേഴ്സിൽ വിശ്വസിക്കുക.